താങ്കൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ച ഏറ്റവും വലിയ ചോദ്യം ഈ കേസിന്റെ സാമ്പത്തിക വശമാണ്. അതായത് ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസോ സാമ്പത്തിക നേട്ടമോ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ മുഖ്യമന്ത്രിയുടെ മകളായിട്ട് കരാർ ഒപ്പിട്ടത്? ആ ചോദ്യമാണ് ഇതിൽ ഏറ്റവും ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും ഈ കേസിന്റെ കാതലായിട്ടുള്ള കാര്യം അതാണ്. അത് വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം വരെ അങ്ങനെ ഒരു തെളിവില്ലെന്ന് കണ്ടെത്തിയതിനെ കുറിച്ച് താങ്കൾ ചോദിച്ചു വിശദമായി. ഒരക്ഷരം കോൺഗ്രസ് പ്രതിനിധി ഉരിയാടിയില്ലെന്നും അതാ കേട്ടതായിട്ട് പോലും നടിച്ചില്ല. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പൂക്കി മൗനം ഭൂഷണമോ എന്നതാണ് ചോദ്യം. അദ്ദേഹം എന്താ മറുപടി പറഞ്ഞ്? 11 തവണയാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പത്രക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചിരിക്കേണ്ടത്, ഏത് ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടത്, എങ്ങനെയാണ്? അങ്ങനെയായിരുന്നല്ലോ കഴിഞ്ഞ 5 വർഷം ക്ലാസ് എടുത്തത്. ഇപ്പോ പെട്രോൾ വിലവർദ്ധന വരുമ്പോ എങ്ങനെയാണ് സംസ്ഥാന നികുതി കുറയ്ക്കേണ്ടത്, PSC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്, ഇസഡ് കാറ്റഗറി സുരക്ഷ എങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെ ഈ 12 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വരുന്ന, മൗനം പാലിക്കേണ്ട സ്ഥിതി വന്നില്ലേ? അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ, മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ പുറത്തു വരും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഒറ്റ കാര്യം, അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ടുള്ള കരാർ, ആ കരാറിൽ സഖാവ് പിണറായി വിജയൻ മാത്രമല്ല ഉള്ളത്, അവിടെ RC ഉണ്ട്, അവിടെ KK ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം പല രൂപത്തിൽ പോകും. അതുകൊണ്ട് തന്നെയാണ് മൗനം പാലിക്കുന്നത്. 134.4 കോടി രൂപ, അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ അന്വേഷണം ആ വഴിക്കും പോകും എന്നതാണ് വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ചില കളികളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തു പറയാൻ കഴിയില്ല. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിയും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മൗനം തുടരുന്നത്. ഒറ്റ കാര്യോടെ ഈ ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം, മോഹൻ വർഗീസ് എന്താ പറഞ്ഞേ? 3 ലക്ഷം രൂപയുള്ള വീട്ടിൽ താമസിക്കുന്ന പിണറായി, എങ്ങനെയാ ശ്രീ മോഹൻ വർഗീസിന് അത് കിട്ടിയേ? പച്ചക്കള്ളം. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിന്റെ പേരിൽ ഒരു കാർഡ് വന്നു. റിപ്പോർട്ടർ ചാനൽ തന്നെ ഫാക്ട് ഫൈൻഡിങ്ങിലൂടെ അത് നിഷേധിച്ചു. അതുപോലെ തന്നെ 3 ലക്ഷം രൂപ വാടകയുള്ള വീട്ടിൽ പിണറായി താമസിക്കുന്നു എന്ന് പറഞ്ഞ് കള്ള കാർഡുകൾ വന്നു. ഇന്നത്തെ 242 അക്കൗണ്ട് ഉണ്ട് വീണയ്ക്ക്, അത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിന്റെ പേരിൽ ഒരു കാർഡ് വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റ് നിഷേധിക്കില്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വ്യാജ വാർത്തകൾ, കള്ള വാർത്തകൾ. എങ്ങനെയാ മോഹൻ വർഗീസിന് 3 ലക്ഷം എന്ന് മനസ്സിലായേ? അങ്ങ് തെളിയിക്കണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് കിട്ടിയതെങ്കിൽ അത് പറയണം. ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വന്ന് വ്യാജ വാർത്തയും കള്ളവാർത്തയും പ്രചരിപ്പിക്കുകയാണ്. അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യം, ഏത് അന്വേഷണത്തെയും തടസ്സപ്പെടുത്താൻ ഞങ്ങളില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ വന്നാൽ അതിശക്തമായിട്ട് ചെറുക്കും. അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഇവരുടെ ഭാവമെങ്കിൽ നെഞ്ചോട് ചേർത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. വീണ തൈക്കണ്ടിക്കെതിരായ അന്വേഷണം നടത്താൻ ED അനുവദിക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഇന്നലെയും അതാണല്ലോ നടന്നത്. ഒരിക്കലില്ല. ഏത് അന്വേഷണം ഇല്ല. വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് FSIO ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, സമൻസ് വിട്ടിട്ടുണ്ട്, വിളിപ്പിച്ചിട്ടുണ്ട്, ഡോക്യുമെന്റ് ഹാജരാക്കിയിട്ടുണ്ട്, ആദായ നികുതി കമ്പനികാര്യ വകുപ്പ് വിളിപ്പിച്ചിട്ടുണ്ട്, വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ED ചോദിച്ചാലും നിയമപരമായിട്ടുള്ള അന്വേഷണത്തോട് സഹകരിക്കണം. അതാണ് രാജ്യത്തെ നിയമം. ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ പിണറായി വിജയൻ ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ നോക്കിയാൽ ED അല്ല, അതിലും വലിയ ഏജൻസി ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഈ ഡയറിയിലെ മറ്റു താളുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ ചുരുക്കപ്പേരിൽ PV ഉണ്ടെന്നേ. അപ്പോൾ പിണറായി വിജയനിലേക്ക് വരില്ലേ? അത് അദ്ദേഹം നിഷേധിച്ചുകൊണ്ടായോ? ഞാൻ പറയട്ടെ. അല്ല PV എന്ന് അല്ല, ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആണെന്ന് തെളിയിക്കാൻ താങ്കളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. കേരളത്തിൽ അദ്ദേഹം ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട്? ആ PV ഇപ്പൊ കോൺഗ്രസ് ഒക്കെ വിട്ട് BJP-യിലുണ്ട്. താങ്കൾ വിശദമായിട്ട് അന്വേഷിച്ചാൽ താങ്കൾക്ക് അത് മനസ്സിലാകും. ആ PV ഇപ്പൊ കോൺഗ്രസ് ഒക്കെ വിട്ട് ED അന്വേഷണത്തെയൊക്കെ ഭയപ്പെട്ട് BJP-യിലുണ്ട്. താങ്കൾ അന്വേഷിക്ക്. പിന്നെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവർ തന്നെ സമ്മതിച്ചെങ്കിലും താങ്കൾ അത് സമ്മതിക്കേ. ശരി, പാർട്ടി ഫണ്ട് വാങ്ങുന്നതും പാർട്ടി നേതാവിന്റെ മകൾക്ക് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസം ഒന്ന് അങ്ങ് വിശദമായി പരിശോധിക്കൂ അരുൺകുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.